ഹലോ ഗൈസ്, ബാബുട്ടിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഗൈസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ് നമ്മൾ യൂറോ ട്രാക്ക് സെവൻറ്റി 2 ആണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും തന്ന സപ്പോർട്ട് താങ്ക് യു എല്ലാം നന്ദി. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോബ് എടുത്തേക്കാണ് ഗൈസ്. ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 126 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ 6 മിനിറ്റാണ് കാണിക്കുന്നത് ഗൈസ്. പക്ഷേ നമ്മൾ അതിന് മുമ്പ് എത്തും ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബാബുട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സബ്സ്ക്രൈബ് ഇപ്പം എന്ന് പറഞ്ഞാൽ നിലവിൽ 60 സബ്സ്ക്രൈബ് ആയി ഗൈസ്. 60 സബ്സ്ക്രൈബിലാണ് ഞാനിപ്പം ഈ വീഡിയോ ഇടുന്നത്. വണ്ടി ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണെങ്കിൽ ജോബ് നമ്മൾ സ്കാനിയുടെ വണ്ടിയാണ് എടുത്തേക്കുന്നത്. സ്കാനിയുടെ ഒരു പഴയ മോഡൽ വണ്ടിയാണ് പഴയത്. പുതിയതുണ്ട്, പഴയതുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഓണർ ലെവലിൽ ഓണറിൻ്റെ ഇപ്പം എൻ്റെ സ്വന്തമായിട്ട് ഇരിക്കുന്നത് പുതിയ മോഡലാണ് സ്കാനിയുടെ പുതിയ മോഡൽ. അപ്പോൾ പുതിയ മോഡലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി വെച്ചാണ് നമ്മൾ ഇന്ന് ഓട്ടത്തിന് പോകുന്നത്. ഏകദേശം 2 മണിക്കൂർ 4 മിനിറ്റ് ഇപ്പം കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിന് മുമ്പ് എത്തുന്നതായിരിക്കും. നമുക്ക് സിഗ്നലിൻ്റെ ഒരു പരിധിയൊന്നുമില്ല. നമുക്ക് സിഗ്നലൊന്നും നമ്മൾ വെയിറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതെല്ലാം ഓഫാക്കി വെച്ചിരിക്കണം ഗൈസ്. ഓഫാക്കി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കളിക്കുന്നത് യൂറോ ട്രക്ക് സിമുലേറ്റർ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ 1 മിനിറ്റ് നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ ഈ ഗെയിം ലാഗ് അടിക്കാൻ കേട്ടോ. ചിലപ്പോൾ ലാഗ് അടിയായിരിക്കാം എനിക്ക് കാണാൻ സാധ്യത. കാരണം വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പിന് അത്ര ഗ്രാഫിക്സ് ഇല്ല. ഉള്ള ഗ്രാഫിക്സ് വെച്ചാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പം ഞാൻ ഹൈലിട്ട് കളിക്കുകയാണ് ഗൈസ്. ഞാൻ ഹൈലിട്ട് കളിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ കളിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് ഞാൻ മാറ്റിക്കോളാം. നമ്മളിപ്പോൾ നിലവിൽ ഓടുന്ന മാപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ മാപ്പാണ് നമ്മളിപ്പോൾ നിലവിൽ ഓടുന്നത്. അതിൽ നമുക്ക് സുമത്ര മാപ്പും ഉണ്ട്, നമുക്ക് പിന്നെ യൂറോ മാപ്പും ഉണ്ട്. ഇതിൽ 2 മാപ്പുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഓടിക്കുന്ന മാപ്പ് സുമത്രയല്ല, യൂറോ മാപ്പാണ്. ഇതിൽ നമ്മൾ യൂറോ മാപ്പിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഗൈസ്. അതിലൊക്കെ നമുക്ക് ഇതാക്കിയിട്ട് നമുക്ക് ഇടാക്കത്തുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം പഴയ മോഡലാണ് കേട്ടോ. സ്കാനിയുടെ വണ്ടി. എൻ്റെ ഇപ്പം ഇരിക്കുന്ന പുതിയ സ്കാനിയുടെ വണ്ടിയാണ്. പക്ഷെ അതിപ്പോൾ എനിക്ക് എടുക്കാക്കൂല. തന്നെ കാരണം വെച്ചാൽ എന്നെ ഓട്ടത്തിന് വിളിച്ചത് വണ്ടി ഇല്ലാതെ കണ്ടോ ഈ ബാക്കിൽ കാണുന്ന ഗ്രേ അല്ല, ബ്രൗൺ കളറുള്ള വണ്ടിയിലാണ് ഗൈസ് എൻ്റെ കയ്യിലുള്ളത് വണ്ടി. അപ്പം അതിലാണ് എനിക്കിത്. വണ്ടിക്ക് അധികം ഡാമേജ് ഒന്നുമില്ല. ഡാമേജ് വന്നാലും എൻ്റെ പൈസ പിടിക്കുമെന്നാണ് എനിക്കൊരു ഡൗട്ട്. സാരമില്ല, പൈസ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോയും കിട്ടിയാൽ പോരെ. 107 കിലോമീറ്റർ ആയിട്ടൊന്നും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 106. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ കയറുകയെന്ന് തോന്നുന്നു. ഒരു ഹൈവേ നമ്മളിപ്പോൾ ഒരു ഹൈവേ കയറിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹൈവേയിൽ ക്രൂസ് കൺട്രോൾ ഇട്ടൊക്കെ ഓടിക്കാൻ കേട്ടോ. എനിക്ക് പക്ഷേ ക്രൂസ് കൺട്രോൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ക്രൂസ് കൺട്രോൾ ഒന്നും ഇട്ട് ഓടിക്കത്തില്ല. ഇപ്പം 47, 49, 50 സ്പീഡ് അത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ സ്പീഡ് മാക്സിമം നോക്കിയിട്ട് പോകത്തുള്ളൂ ഗീസ്. നമ്മളിപ്പോൾ 99 ആയിട്ടുണ്ട്, 98, 70 ആണെന്ന് തോന്നുന്നു ഗീസ്. നമ്മുടെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് നമ്മൾ അത്യാവശ്യം നല്ല കത്തിയ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ 2 പാർട്ടൊക്കെയാണെങ്കിൽ ഗൈസ് നമ്മൾ ചിലപ്പോൾ ഇടാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഇത് കളിക്കുന്ന ലാപ്ടോപ്പിലാണ്, അതുകൊണ്ടാണ് ചെറിയ ലാഗ് അടിക്കുന്നത്. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല ഗൈസ്. നമുക്ക് ഗ്രാഫിക്സിൻ്റെ വിഷയമുണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ സമയം കാണിക്കുന്നത് 1 കിലോമീറ്റർ 26 സെക്കൻഡാണ് കാണിക്കുന്നത്. സെക്കൻഡല്ല, മിനിറ്റ്. അപ്പം നമ്മൾ നമുക്ക് ഈ ടൈമിൻ്റെ അകത്ത് നമുക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ജോബുണ്ട്, ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ കിലോമീറ്റർ കുറച്ച് ജോബ് എടുക്കത്തില്ല. കാരണം വെച്ചാൽ ആദ്യമൊക്കെ അങ്ങനെ മതി. പിന്നെ ഞാൻ കൂടിയ ജോബൊക്കെ എടുക്കും. കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ കൂടെ ഒക്കെ എടുക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. പോട്ടെ നമ്മൾ വണ്ടി നേരെ ക്ലച്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ മാക്സിമം സ്പീഡിലാണ്. നമ്മളിപ്പം കിലോമീറ്റർ കുറഞ്ഞ് വരുന്നുണ്ട്. 70 ആയിട്ടുണ്ട്, 69 ആയിട്ടുണ്ട്, 68, 67 ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ഉപയോഗിക്കുന്ന മാപ്പ് എല്ലാം ബസ്സമേറ്റ് ഇന്തോനേഷ്യയുടെയും യൂറോട്രാക്കിൻ്റെ മാപ്പ് മോഡ് എല്ലാം വേണമെങ്കിൽ ഞാനൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം.
ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറിയാൽ മതി. ഗ്രൂപ്പിൽ കയറണം, ചാനൽ ലിങ്ക് കൊടുക്കാം. ചാനലിനകത്തും ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഞാൻ ഈ മോഡുമല്ലേ ചാനൽ എൻ്റെ ഗ്രൂപ്പ് വേറൊരാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ യൂറോ ട്രക്കിൻ്റെ ഗ്രൂപ്പല്ല, നമ്മൾ ബെസ്റ്റ് എമൗണ്ട് ഇന്തോനേഷ്യയുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ കയറി നിങ്ങൾക്ക് ബെസ്റ്റ് എമൗണ്ട് ഇന്തോനേഷ്യയുടെ ബോർഡ്സ് മോഡെല്ലാം കിട്ടും ഗൈസ്. ബസ് എൻ്റെ അകത്ത് എൻ്റെ ചാനലിൽ കയറിയാലും കിട്ടും. രണ്ടിനെയും മോഡ് കിട്ടും. ഇതിൻ്റെയും കിട്ടും, ബെസ്റ്റ് എമൗണ്ട് ഇന്തോനേഷ്യയുടെയും കിട്ടും. ഇത് 2 ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ മോഡ് വേണം, ഞാൻ ഉപയോഗിക്കുന്ന മോഡ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കയറുക. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, 2 ഗ്രൂപ്പിന് 2ൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ 44 കിലോമീറ്റർ ആയിട്ടുണ്ട്. സംസാരിച്ച് നമ്മൾ 1 മണിക്കൂർ പോലെ ആയില്ല കൈസ് നമ്മൾ ഇറങ്ങിയിട്ട്. നമ്മൾ അതിന് മുമ്പ് കത്തി വിടുകയാണ്. നമ്മൾ കത്തിച്ച് നമ്മളിവിടെ കണ്ടോ, എവിടെയും തിരിയാൻ വന്നായിരിക്കും നമ്മൾ അപ്പോഴും നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. കണ്ടോ 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 പോണ കണ്ടോ 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 കണ്ട കണ്ട നമ്മളിങ്ങനെ അങ്ങ് ഈ കണ്ടോ സമയം പോകുന്ന ഭാഗം കണ്ടോ, 28, 27 ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. ഗെയിമിൽ സമയം കാണിക്കാൻ നമ്മൾ ഒരിക്കലും നമ്മൾ അതിന് മുമ്പേ എത്തും. നമ്മൾ പറപ്പിച്ചാൽ അതിന് മുമ്പ് എത്തും. നമ്മൾ ഈ ഗെയിമിനകത്തുള്ള റൂൾസൊക്കെ പാലിച്ചിട്ട് വന്നാൽ നമ്മൾ ആ ഗെയിമിനകത്ത് കാണിക്കുന്ന ടൈം തന്നെ നമ്മൾ എടുത്ത് തന്നെ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ എത്തത്തില്ലെന്നായിരിക്കും നമ്മൾ. അയ്യോ മറ്റേ തിരിയണല്ലോ, ഭാഗ്യം വണ്ടിയൊന്നും ഇല്ലാത്തണ്ടേ. നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഇറങ്ങിയേ. വണ്ടി ഇടിച്ചേ, വണ്ടി ഇടിച്ച് കുഴപ്പമില്ല. പൈസ അവിടെ എടുത്തോളാം. നമ്മളിപ്പോൾ ടോട്ടലി 11 കഴിയുമ്പോൾ 10, 19, 8 8 7, 6 സ്പീഡ് കൂടി പോകണല്ലോ. 6, 2 പിന്നെ 2 കിലോമീറ്റർ. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കൂടെ തിരിയണം. ഓക്കെ, നമുക്ക് അപ്പുറത്ത് നിന്ന് തിരിയണം ഗൈസ്. അവിടെ നിന്ന് തിരിയണം. ഇനി മറ്റ് 3 മിനിറ്റ് ഉണ്ട്. അവിടെ നിന്നല്ല, ഇവിടുന്ന് ഇവിടുന്ന് ഗൈസ് തിരിയണം. നമ്മൾ കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇടാണ്. ഓക്കെ, നമ്മുടെ സ്ഥലം അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എത്തിയേക്കാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇതെന്തോ നമ്മൾ സെക്കൻഡ് റോ എടുക്കുകയാണ്. നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്തിട്ടാൽ മതി. നമുക്ക് കുറച്ച് ബീഫ്സോ XPയോ എന്തോ നമുക്ക് കൂടും. വണ്ടി മാക്സിമം അങ്ങോട്ട് കയറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക, പിന്നെ തിരിക്കുക. ആ ലൈന് പച്ച കത്തുമ്പോൾ നമ്മൾ പച്ച കണമെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ 9 നെക്കിയിട്ട് താഴോട്ട് പോയിട്ട് നമ്മൾ അത് കറക്കുന്നതാണ്. മറ്റേ നെക്കുക ഉണ്ടോ, കറക്കി നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ഈ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ്. മോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.